వెల్కమ్ బ్యాక్. కేరళ ఎన్నికల ప్రచారంలో కాంగ్రెస్ అగ్రనేత రాహుల్ గాంధీ పాల్గొన్నారు. ఎన్నికల ప్రచార సభలో రాహుల్ గాంధీ మాట్లాడుతున్నారు. ఇప్పుడు లైవ్ చూద్దాం. സർക്കാരിന്റെയും പങ്കാളിത്തമുണ്ട്. അവരെല്ലാം പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്നവരാണ്. But when he comes to Kerala, he does not raise the issue of Sabrimala temple. പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും രൂക്ഷമായ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആ വിഷയം പ്രധാനമന്ത്രി സംസാരിക്കുന്നേയില്ല. CPM leaders stole gold from Sabrimala temple, replaced it with brass. No action has been taken against them. And the so-called defender of Hinduism comes to Kerala and says nothing about Sabrimala. CPM നേതാക്കന്മാർ ശബരിമലയിലെ സ്വർണം കട്ടെടുത്തു, അവരെ കേസിൽ കുടുങ്ങി. എന്നാൽ പ്രധാനമന്ത്രിയോ കേന്ദ്ര സർക്കാരോ അവർക്കെതിരായി കമ എന്ന രാഷ്ട്രം മിണ്ടുന്നില്ല. ശബരിമല എന്ന വാക്ക് തന്നെ അവര് ഉപേക്ഷിച്ചിരിക്കുകയാണ്, ഉപയോഗിക്കുന്നില്ല. Because he wants the left front to win the election in Kerala. പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷം കേരളത്തിൽ ജയിക്കണമെന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ശബരിമല എന്ന വാക്ക് ഉച്ചരിക്കാൻ മടിക്കുന്നത്. The second proof, whoever attacks the BJP, the RSS, whoever stands in front of them, opposes them, is brutally attacked. ആരൊക്കെ BJP എതിർക്കുന്നോ RSSനെ എതിർക്കുന്നോ അവരെ എതിർക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ തുനിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാണ് അവരെ പ്രാധാന്യം നൽകുന്നത്. I have 36 cases against me. My house was taken away. My membership of Lok Sabha was taken away. I was interrogated for 55 hours by the ED. എനിക്ക് 36 കേസുകൾ എനിക്കെതിരെ ഉണ്ട്. എൻ്റെ പാർലമെന്റ് അംഗത്വം അവർ റദ്ദ് ചെയ്തു. എന്നെ വീട്ടിൽ നിന്ന് അവർ ഒഴിവാക്കി. ഇപ്പോൾ ഇതാ 50-ലേറെ കേസുകൾ എനിക്കെതിരെ ഉണ്ട്. എന്നിട്ടും മാർക്സിസ്റ്റ് പാർട്ടി എനിക്കെതിരായി BJP